ഉറങ്ങുന്ന ഉറ്റവരെ നോക്കിയിരിക്കുന്നതിനേക്കാൾ മനോഹരമായി എന്തുണ്ട് ഈ ജീവിതത്തിൽ? ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റൊരാൾ ഇമ വെട്ടാതെ നോക്കിയിരിക്കുക. എത്ര മധുരതരമാണത്! ഓരോ ദിവസത്തെയും മണിക്കൂറുകൾ നീണ്ട ഓട്ടത്തിന് ശേഷം രാത്രി വിശ്രമം ആശ്വാസകരമാണ്. ജീവിതകാലത്തെ ദീർഘമായ ഓട്ടത്തിന് ശേഷം ഒടുവിലെ വിശ്രമമാണല്ലോ മരണം. മരണത്തോളം വലിയ യാഥാർത്ഥ്യമില്ല. മരണത്തിന്റെ ഒരു ഇത്തിരി തണുപ്പ് കൈവേളയിൽ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ഏതൊരാൾക്കും കുറെ കൂടെ ആർജവമുള്ള ഒരാളായി പരിണമിച്ചേ പറ്റൂ. മടങ്ങും മുൻപ് തിടുക്കത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു തീർത്തേ മതിയാവൂ. മരണം ദൈവത്തിന്റെ നെഞ്ചിലെ ഉറക്കമാകുമ്പോൾ ഒരുവൻ ഏറ്റവും വലിയ സുരക്ഷിതത്വം മരണത്തിലും അനുഭവിക്കുകയാണ്. ഇത് ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായി സ്വീകരിച്ച് നൽമരണ മധ്യസ്ഥനെന്ന് നമ്മൾ ഏറ്റുപറയുന്ന വിശുദ്ധ യൗസേപ്പിന്റെ തിരുനാൾ. ചില മരണങ്ങൾ അവയുടെ സ്വച്ഛത കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തി കളയുമല്ലോ. വളരെ ചെറിയ പ്രായത്തിലെ മനുഷ്യർ വിവാഹിതരാകുന്ന ഒരു സംസ്കാരത്തിൽ ഈശോയുടെ അവസാന വർഷങ്ങളിൽ പരാമർശിക്കപ്പെടുന്നില്ലാത്തതിനാൽ തന്നെ യൗസേപ്പ് സ്വാഭാവികമായും അകാലത്തിൽ മരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എന്നിട്ടും അദ്ദേഹമാണ് നൽമരണ മധ്യസ്ഥൻ. സോ ഡെത്ത് ഇസ് നത്തിങ് എൽസ് ബട്ട് ഗോയിങ് ഹോം ടു ഗോഡ് ആഫ്റ്റർ എ ലൈഫ് ജേർണി വിത്ത് ഗോഡ്. ദൈവമേ, അങ്ങനെ തിരിച്ചു വരാൻ എന്നെ അനുഗ്രഹിക്കണേ.